Good morning, students. Today we'll talk about second law of thermodynamics. Okay, second law of thermodynamics. First law of thermodynamics is giving the relationship between heat and mechanical energy. നമുക്കറിയാം. And it is converting one state to another state or one to another, okay, converted into another, you know that. So it has many drawbacks. First law of thermodynamics has many drawbacks, and this second law of thermodynamics, it has been formulated, and then there is a number of ways in which second law of thermodynamics can be stated. So second law of thermodynamics നമ്മൾക്കിപ്പം പഠിക്കാനുള്ളത് ഫസ്റ്റ് വൺ ഇസ് കെൽവിൻ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ആ സ്റ്റേറ്റ്മെൻറ്റ് ഇവരുടെ മൂന്നാളുടെയും സ്റ്റേറ്റ്മെൻറ്റ് അതുപോലെ തന്നെ നോട്ട്സിൽ എഴുതണം. ഓക്കെ, സോ second law of thermodynamics, first one is Kelvin statement. Kelvin statement പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം അത് വായിക്കാം. It states that it is impossible to get continuous supply of work by cooling a body to a temperature lower than that of the coldest of its surrounding. That is, which is, it is impossible to get a continuous supply of work by cooling a body to a temperature which is lower than that of coldest of its surrounding. സറൗണ്ടിങ്ങിനെ നമുക്കെല്ലാവർക്കും അറിയാം, ഹീറ്റ് ഹോട്ട് സർഫസിൽ നിന്ന് അല്ലെങ്കിൽ ഹോട്ട് ബോഡിയിൽ നിന്നും കോൾഡ് ബോഡിയിലേക്കാണ് ചേഞ്ച് പോകുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ ആവുമ്പം ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. എന്താണ് അത്? ഇമ്പോസിബിളാണ് ഒരു ബോഡിയെ കൂൾ ചെയ്യാൻ. ഓക്കെ, ഒരു ബോഡിയെ കൂൾ ചെയ്യാൻ വിച്ച് ഈസ് ലോവർ ദാൻ ഇറ്റ്സ് ടെമ്പറേച്ചർ, അതായത് ആ സറൗണ്ടിങ് റൂം ടെമ്പറേച്ചറിനേക്കാളും അല്ലെങ്കിൽ സറൗണ്ടിങ് ടെമ്പറേച്ചറിനേക്കാളും കോൾഡസ്റ്റിലേക്ക്, അതായത് കൂൾ ചെയ്യാൻ, ഏറ്റവും കോൾഡസ്റ്റിലേക്ക് ലോവർ ചെയ്യാൻ, ടെമ്പറേച്ചറിനെ ലോവർ ചെയ്യാൻ ആ ബോഡി അത് ഇമ്പോസിബിളാണ്. ദാറ്റ് ഈസ്, it should give a supply, isn't it? It should give a supply of work, and it is possible to give a work that is same. Okay, it is possible to give a work for cooling a body to the temperature which is lower than its coldest of its സറൗണ്ടിങ്ങിനേക്കാളും കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഇമ്പോസിബിളാണ്. ഓക്കെ, ദാറ്റ് ഈസ് കെൽവിൻ സ്റ്റേറ്റ്മെൻറ്റ്. ദാറ്റ് ഈസ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ്. ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ട്രാൻസ്ഫർ ദ ഹീറ്റ് ഫ്രം എ കോൾഡ് ബോഡി ടു ഹോട്ട് ബോഡി വിത്തൗട്ട് ഡൂയിങ് ആൻ എക്സ്റ്റേണൽ വർക്കൊന്നും ഇല്ലാതെ ഹോട്ട് ബോഡിയിൽ നിന്നും ഹോട്ട് ബോഡിയിൽ നിന്നും കോൾഡ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ കോൾഡ് ബോഡിയിലേക്ക് പോവാൻ ഇറ്റ് ഈസ് ഓക്കെ ആണ്. ബട്ട് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ എ ബോഡി അല്ലെങ്കിൽ ഫോർ എ ട്രാൻസ്ഫറിങ് ദ ഹീറ്റ് ഫ്രം cold body to a hot body without doing an external work, without doing ഒരു എക്സ്റ്റേണൽ വർക്ക് ഇല്ലാതെ കോൾഡ് ബോഡിയിൽ നിന്നും ഹോട്ട് ബോഡിയിലേക്ക് പോവാൻ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ഓക്കെ,
This statement is based upon mainly സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഹീറ്റ് എൻജിൻ, റെഫ്രിജറേറ്റർ, ഹീറ്റ് പമ്പ് എക്സെട്ര. അതിൽ മെയിൻലി ക്ലോഷ്യർ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുന്ന റെഫ്രിജറേറ്റർ വർക്ക് ചെയ്യുന്നത് ക്ലോഷ്യർ സ്റ്റേറ്റ്മെൻറ്റിലാണ്. ഓക്കെ, in which the heat engine is working in reverse direction. But application നിങ്ങൾക്ക് പഠിക്കാനില്ല, അതുകൊണ്ട് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് is enough for you. Okay, and now we'll study about the third statement is Planck's statement. Planck's statement. Planck's statement പറയുന്നത് എന്താ വെച്ചാൽ, it is impossible to construct an engine which is working in a complete cycle that will produce no effect other than the raising of a weight and cooling of heat reservoir. Okay, this is a statement. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്. അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, it is impossible to construct an engine. ഒരു എൻജിൻ കൺസ്ട്രക്ട് ചെയ്യാൻ impossible to construct an engine which is working in a complete cycle. Okay, complete cycle which is working in a complete cycle that is producing no effect. Okay, which produce no effect ഒരു എഫക്റ്റും ഉണ്ടാവില്ല, which is other than രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്. അതല്ലാതെ ഒരു എഫക്റ്റും ഉണ്ടാവില്ല. ഒരു എഫക്റ്റും ഇല്ലാതെ ഒരു കംപ്ലീറ്റ് സൈക്കിളിൽ വർക്ക് ചെയ്യുന്ന എൻജിൻ ഉണ്ടാക്കാൻ പോസിബിൾ അല്ല എന്നാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ആ രണ്ട് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ, വിച്ച് ഈസ് അതർ ദാൻ, വിച്ച് പ്രൊഡ്യൂസസ് നോ എഫക്റ്റ്, വിച്ച് ഈസ് അതർ ദാൻ absorption of heat from the reservoir and its conversion to its equivalent amount of work, and its conversion into an equivalent amount of work. ഇതെന്താ പറയുന്നതെന്ന് വെച്ചാൽ, we'll discuss about this. Planck's statement എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു കൺസ്ട്രക്ട് എൻ എൻജിൻ. ഒരു എൻജിൻ ഉണ്ടാക്കാൻ, കംപ്ലീറ്റ് സൈക്കിളിൽ വർക്ക് ചെയ്യുന്ന ഒരു എൻജിൻ ഉണ്ടാക്കാൻ ഡിഫിക്കൾട്ടാണ്, അല്ലെങ്കിൽ ഇമ്പോസിബിളാണ്. ദാറ്റ് ആ കംപ്ലീറ്റ് സൈക്കിളിൽ വിച്ച് പ്രൊഡ്യൂസസ് ഒരു എഫക്റ്റും വിച്ച് പ്രൊഡ്യൂസസ് നോ എഫക്റ്റ്, വിച്ച് ഇസ് അതർ ദാൻ, ആ എഫക്റ്റ് അല്ലാതെ രണ്ട് എഫക്റ്റ് ഉണ്ടാവും, അതർ ദാൻ ഒരു എഫക്റ്റും ഉണ്ടാവില്ല. അപ്പം അതർ ദാൻ absorption of heat from the reservoir and the conversion into an equivalent amount of work. That is, let us consider this as source. Okay, let this be Q1 and this is sink. Let it be sink. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും സോഴ്സ് സിങ്ക്. സോ this is reservoirs, isn't it? Source and sinks are, sink is reservoir. So
absorption of heat from the reservoir. Heat is absorbing from the reservoir and conversion of equivalent amount of work. Conversion of equivalent amount of work. ഒരു ഇക്വാലൻ്റ് എമൗണ്ട് ഓഫ് വർക്ക് ഇതിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ലെറ്റ് ഇറ്റ് ബി Q1 ആൻഡ് ദിസ് ഇസ് Q2, Q1 മൈനസ് Q2. ഓക്കെ, തെർമോഡൈനാമിക്സിൽ കെൽവിൻസ് സ്റ്റേറ്റ്മെൻറ്റും ക്ലോഷ്യർ സ്റ്റേറ്റ്മെൻറ്റും പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റും ജസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കാനേ ഉള്ളൂ നിങ്ങൾക്ക് ഇപ്പം. ഇറ്റ് ഈസ് നോട്ട് ദേ ഫോർ ആപ്ലിക്കേഷൻ ഈസ് നോട്ട് there in your syllabus. Okay, and okay, this is all only there for today's. Okay, thank you.